ആസിഫ് അലി, അമല പോൾ, ഷറഫുദ്ദീൻ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി വന്ന് തിയേറ്ററോട് റിലീസായ ഏറ്റവും പുതിയ മലയാളം ചിത്രമാണ് ലെവൽ ക്രോസ്. അപ്പോൾ ചിത്രം തിയേറ്ററിലേക്ക് വന്നിരിക്കുകയാണ്. ഞാൻ കണ്ടു. ചിത്രം കണ്ടതിന് ശേഷമുള്ള എൻ്റെ ഒരു ഒപ്പീനിയനാണിത്. എൻ്റെ പേര് അഭിജിത്ത് വിശ്വനാഥ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. വെൽക്കം ടു ഷിമോ ഷാ. ആസിഫ് അലി എന്ന് പറഞ്ഞ പേര് കേൾക്കുമ്പോൾ തന്നെ ഈ കഴിഞ്ഞ 2-3 ദിവസം മുമ്പ് നടന്ന ഒരു ഇൻസിഡൻ്റ് ആയിരിക്കും നിങ്ങളുടെ മനസ്സിലേക്ക് വരിക. എന്തായാലും എൻ്റെ മനസ്സിൽ അത് തന്നെയാണ് വരുന്നത്. ഒരു പുഞ്ചിരിയോടുകൂടി തൻ്റെ ഡാർക്കായിട്ടുള്ള ഒരു സിറ്റുവേഷൻ, ലൈഫിൽ നടന്നൊരു ഡാർക്കായിട്ടുള്ള സിറ്റുവേഷനെ അയാൾ ഹാൻഡിൽ ചെയ്തു. ആ പുഞ്ചിരിക്കിരിക്കട്ടെ ഒരു സല്യൂട്ട്. എന്തായാലും അതിപ്പോൾ മാറ്റി വെക്കാം. ഇപ്പോൾ സിനിമയിലേക്ക് നമുക്ക് വരാം. ആസിഫ് അലി, അമല പോൾ, ഷറഫുദ്ദീൻ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി വന്ന് മലയാളത്തിൽ നിന്നും പുറത്തിറങ്ങിയ ഏറ്റവും പുതിയ മലയാളം ചിത്രമാണ് ലെവൽ ക്രോസ്. അർഫാസ് ആയൂബാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. ചിത്രത്തിൻ്റെ ട്രെയിലർ വന്നു കഴിഞ്ഞപ്പോഴേക്കും അത്ര വലിയ പ്രോമിസിംഗ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. എന്നാൽ അതിൻ്റെ അകത്ത് എന്തോ ഒരു മിസ്റ്ററി ഒളിച്ചിരിപ്പുണ്ടല്ലോ എന്നുള്ളൊരു ഫീൽ എനിക്ക് അടിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ചിത്രം തിയേറ്ററിൽ തന്നെ പോയി കാണാം എന്ന് തീരുമാനിക്കുന്നത്. ചിത്രം എങ്ങനെയുണ്ട് എന്ന് പറയുന്നതിന് മുമ്പ് ഒരു 3 ക്യാരക്ടറിനെ വെച്ച് ഒരു സിനിമ മുഴുവൻ റൺ ചെയ്യിപ്പിക്കുക, അതും വെറും 2 മണിക്കൂർ കൊണ്ട് ഒരു പ്ലോട്ട് പറഞ്ഞു തീർക്കുക എന്ന് പറയുന്നത് വളരെ ചുരുക്കമായിട്ട് മലയാള സിനിമകളിൽ കണ്ടുവരുന്ന ഒരു പ്രേരണയാണ്. എന്തായാലും അത് ആ ഒരു അറ്റംപ്റ്റ് ഏറ്റെടുത്തതിന് അർഫാസ് ആയൂബിന് ആദ്യം ഒരു കൈയടിയുണ്ട്. കാരണം ഇത്തരത്തിലുള്ള സിനിമകൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ വിഷനോട് കൂടി കാണുന്ന സിനിമകളൊക്കെ വളരെ റെയറാണ് മലയാളത്തിൽ ഉണ്ടാവാറ്. എന്തായാലും അത് നല്ല രീതിയിൽ ഇവിടെ ഡയറക്ടർ എന്ന നിലയിൽ അദ്ദേഹം ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പം ചിത്രം എങ്ങനെയുണ്ട് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ, ഗംഭീര ട്രീറ്റ് തരുന്ന ഒരു അൺഎക്സ്പെക്റ്റഡ് ട്വിസ്റ്റോട് കൂടി ഒരു മിസ്റ്ററി ത്രില്ലർ ചിത്രം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എനിക്കതാണ് ഫീൽ ചെയ്തത്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ട്രെയിലർ കണ്ടിട്ട് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതാണ് ഇത് ഒരു മിസ്റ്ററി ഉണ്ടെന്ന് എനിക്ക് കൺഫേം ആയിരുന്നു. പക്ഷെ ഞാൻ ഇത്തരത്തിലുള്ളൊരു ട്വിസ്റ്റ് ആൻഡ് ടേൺ ഇതിൻ്റെ അകത്ത് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. പക്ഷെ ഇതുപോലത്തെ ഒരു സിനിമ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. അത് ഏതാണെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല. ഇതുപോലെ തന്നെയുള്ളൊരു സിനിമ, പക്ഷെ അതെന്തോ മികച്ച രീതിയിലുള്ള സ്ക്രീൻ പ്ലേ ആണ് ഇതിൻ്റെ ഒന്നാമത്തെ പോസിറ്റീവ് എന്ന് പറയുന്നത്. ഒരിടത്ത് പോലും ബോറടിക്കാതെ, ആകെ 2 മണിക്കൂറേ ഉള്ളൂ. എന്താണോ അവർ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം അത് ക്ലീൻ ആയിട്ട് പറഞ്ഞ്, എന്തൊക്കെ ട്വിസ്റ്റ് ആൻഡ് ടേൺ ആണ് അവിടെ ഉണ്ടാക്കാൻ സാധിക്കുക അതൊക്കെ കൃത്യമായ ഇടവേളകളിൽ അതെല്ലാം ഉണ്ടാക്കി അവരൊരു ഇപ്പം 3 പേരേ ഉള്ളൂ. ആ 3 പേർക്കും പെർഫോം ചെയ്യാൻ അതിൻ്റെതായ ഒരു സ്പേസ് കൊടുത്തുകൊണ്ട് ഒരു 2 മണിക്കൂറിൻ്റെ ഒരു ചിത്രം എടുക്കുക. അതിൻ്റെ അകത്ത് സസ്പെൻസ് വെക്കുക, മിസ്റ്ററി വെക്കുക, ഒരു ത്രില്ലിങ് എലമെൻറ്റ്സ് വെക്കുക, ഒരു നമ്മളെ മൈൻഡ് സ്റ്റണ്ണാക്കിക്കൊണ്ട് ഒരു എൻഡോടുകൂടി നിർത്തുക എന്നൊക്കെ പറയുന്നത് മലയാളത്തിൽ അങ്ങനെ കണ്ടിട്ടില്ല. ഇത് പൊളിച്ചു. ചിത്രത്തിൽ ഏറ്റവും വലിയൊരു ഗിയർ എന്ന് പറയുന്നത് ആസിഫ് അലിയാണ്. എന്തൊരു പെർഫോമൻസ് ആണ് പുള്ളി ചിത്രം തുടങ്ങി തീരുന്ന വരെ ഒരു പെർഫോമൻസ് വിടും. എൻ്റെ പൊന്നെ, ഒന്നാമതേ ആസിഫ് അലിക്ക് ഒരു നല്ലൊരു ചിരിയുണ്ട്, നിഷ്കളങ്കമായൊരു ചിരിയുണ്ട് അദ്ദേഹത്തിന്. ആ ചിരിക്കകത്ത് ഒരു ചെറിയ മൈന്യൂട്ട് സാധനം വരുത്തിയിട്ട് നിഷ്കളങ്കതയുടെ അങ്ങേയറ്റം, ഇന്നസെൻസിന് അങ്ങേയറ്റം എന്ന് പറയുന്ന രീതിയിലിട്ട് അദ്ദേഹം മാറി. ചില സീനുകളിലൊക്കെ ക്ലോസ് വെക്കുമ്പം നമ്മൾ തന്നെ ഇങ്ങനെ ചിരിക്കുന്ന, നമുക്ക് നാണം വരുന്ന പോലെ നമുക്ക് തോന്നും. കാരണം ആ ക്യാരക്ടറിന്റെ മുഖം അതുപോലെ ഇരിക്കുന്നത്. കാരണം നാണിക്കുന്ന ഭാവങ്ങൾ നാച്ചുറലി ഉള്ള ആ ചിരിയും വെച്ച് ആ നാണവും കൊണ്ട് എൻ്റെ അമ്മോ രക്ഷയില്ലാത്ത പെർഫോമൻസ്. തുടങ്ങി ആ 2 മണിക്കൂറും അദ്ദേഹം സ്ക്രീനിലുണ്ട്, കിടുക്കിയിട്ടുണ്ട്. വെൽ റിട്ടൺ എന്ന് പറയാം, വെൽ റിട്ടൺ. ആ ആസിഫ് അലിയുടെ ക്യാരക്ടറായിട്ട്, ആസിഫ് അലിയുടെയാണ് എനിക്ക് തോന്നുന്നു പക്കായിട്ട് റിട്ടൺ. ബാക്കി 2 പേരുടെയും നല്ല രീതിയിൽ എഴുതപ്പെട്ടിട്ടുണ്ട്, അവർ ആ റോളുകൾ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ അവരെല്ലാം ബീറ്റ് ചെയ്തിട്ടുണ്ട്. അവരൊന്നും ഇല്ല, കണ്ണിൽ കാണത്തേയില്ല. ആസിഫ് അലി മാത്രമേ നമ്മുടെ മുഖത്ത് വരത്തുള്ളൂ. എന്താ പെർഫോമൻസ്, ഒന്നും പറയാനില്ല. പടത്തിൻ്റെ എല്ലാ പോസിറ്റീവും ആസിഫ് അലിക്കുള്ള ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ആയിരുന്നു. മേക്കപ്പ് ടീം, ആർട്ട് ടീം, ക്യാമറ, സൗണ്ട് ഡിസൈന് ഇതെല്ലാം ഗംഭീരമായിരുന്നു. ക്യാമറ ഭയങ്കര ആംഗിളോ കാര്യങ്ങളോ ഒന്നുമല്ല, വലിയ ലൊക്കേഷൻസും കാര്യങ്ങളൊന്നുമില്ല. ആർട്ട് വർക്ക് ചെയ്തിരിക്കുന്നതിന് ബ്രഹ്മാണ്ഡ ആർട്ട് വർക്കും കാര്യങ്ങളൊന്നുമല്ല. ഒരു ലെവൽ ക്രോസും ഉണ്ട്, ഒരു വീടും ഉണ്ട്. ദാറ്റ്സ് ഓൾ. അത് ഒറിജിനൽ ആണെന്ന് നമുക്ക് തോന്നുന്ന രീതിയിൽ അതിനെ ചെയ്തു വെച്ചിട്ടുണ്ട്. അതാണ് വേണ്ടത്. അതുപോലെ തന്നെ ഇതിൻ്റെ സൗണ്ട് ഡിസൈന്, ഒരു കാറ്റടിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ആ സ്ഥലത്തെ ട്രെയിനിൻ്റെ ഒരു സൗണ്ട്, അതുപോലെ തന്നെ ആ ഒരു ആംബിയൻസ് ഫീൽ ചെയ്യുന്നത്, വെള്ളത്തിൻ്റെ ശബ്ദങ്ങൾ, ഇതെല്ലാം സൂപ്പറായിട്ട് മിങ്കിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. സൂപ്പർ വർക്ക്.
എന്തായാലും തിയേറ്ററിൽ ഇരുന്ന് നമുക്ക് എൻജോയ് ചെയ്ത് വണ്ടർ അടിച്ച് വാപൊളിച്ചിറങ്ങി വരാൻ പറ്റിയ ഒരു സിനിമയാണ് ലെവൽ ക്രോസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ലെവൽ അല്ലെങ്കിൽ വേറെ ലെവൽ എന്ന് പറയുന്ന സാധനമാണ് ലെവൽ ക്രോസ്. എന്നാൽ ഇതുപോലത്തെ ഒരു സിനിമ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. എന്തായാലും താല്പര്യമുള്ളവർ തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിച്ചു നോക്കുക. എനിക്കെന്തായാലും തിയേറ്ററിൽ നിന്ന് കണ്ടിട്ട് ഒരുപാട് സന്തോഷമായി, ഭയങ്കര ഇഷ്ടമായി. അപ്പം സിനിമ കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ ആയിട്ട് എന്തായാലും ഉടനെ വരുന്നതായിരിക്കും. അതുവരെ പീസ് ഔട്ട്. എന്നാലും ഞാനിത് എവിടെയോ